എൻ്റെ പേര് ബിജി. എൻ്റെ വീട് അന്തിനാടാണ്. ഞാൻ 13 വർഷമായിട്ട് താപോൾ ധ്യാനകേന്ദ്രത്തിൽ വരുന്നതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൺ ഡേ പ്രയറിനും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ 5 തപസ്യാനും താബോറിൽ കൂടി. അപ്പോൾ ഈ കോവിഡിന് മുമ്പ് തപസ് ധ്യാനത്തിൽ ഞാൻ വന്നപ്പോൾ ജോൺസൺ ബ്രദർ ഒരു കൊന്ത ചെല്ലാൻ പഠിപ്പിച്ചായിരുന്നു. ഇങ്ങനെ നമ്മുടെ ഈ ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലിയിട്ട് നമ്മളെ ഓരോ അവയവങ്ങളെ ഇങ്ങനെ ഓരോ വിശുദ്ധരുടെയും പുണ്യത്തോട് ചേർത്ത് വെച്ച് സമർപ്പിച്ച് ഓരോ കൊന്തയെല്ലാം പഠിപ്പിച്ചായിരുന്നു. ആ കൊന്ത ഞാൻ ഒരാഴ്ചയൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് അപ്പോൾ അന്ന് ബ്രദർ പറഞ്ഞത് ചെല്ലുവാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു പറഞ്ഞാൽ. ഒരാഴ്ച ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയാൽ പ്രത്യേക മാറ്റമൊന്നുമില്ല. ഞാനോർത്തു ഇതെന്നാ. അതുപോലെ ഞാൻ ഒന്ന് രണ്ട് ദിവസം നിർത്തി പിന്നെ ഞാൻ ആ പ്രാർത്ഥനയില്ല അങ്ങനെ കൊന്തയെല്ലാം തുടങ്ങി. പക്ഷെ അത് ജീവിതത്തിലേക്ക് ഒത്തിരി കൃപകൾ ജീവിതത്തിലേക്ക് ലഭിക്കാൻ തുടങ്ങി. അതെനിക്കാണ് ചെറുപ്പം മുതലേ തലവേദന മൂലം ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിരുന്നതാണ്. ഒരു വെയിൽ കാണാനോ പുറത്തേക്ക് ഇറങ്ങാനോ ചിരിക്കാനോ കരയാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ബസ് യാത്ര ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഈ അന്തിനാട് നിന്ന് പാല വരെ ബസ്സിൽ പോകാൻ പറ്റും. അത് അന്നേരം ഭയങ്കര തലവേദന എടുക്കും. ഞാൻ സ്ഥിരം ഇങ്ങനെ പെയിൻ കില്ലറും കൈ പിടിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. വേദന വരുമ്പോഴേ എടുത്ത് കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ കൂടിപ്പോയി പിന്നെ പോകത്തില്ല. അങ്ങനെ ഇംഗ്ലീഷ് മരുന്നും ആയുർവേദവും ഹോമിയോ മരുന്നും ഒക്കെ ചെയ്തിട്ട് ഒരു കുറവുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ പിന്നെ ഈ തലവേദന അങ്ങ് കുറഞ്ഞു. പിന്നെ ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ സ്കൂൾ ബസ്സിൽ എനിക്ക് പോകേണ്ട വന്നു. അപ്പം രാവിലെ 2 മണിക്കൂർ വൈകുന്നേരം 2 മണിക്കൂറൊക്കെ പോകുന്നു. എനിക്ക് ഒരു കുഴപ്പം അങ്ങനെ തലവേദന ഒന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. പിന്നെ ഞാൻ ഈ കാര്യം പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ഇത് ഏത് മരുന്ന് കഴിച്ചിട്ട് പിന്നെ ആ തലവേദന അങ്ങനെ മാറി വെയിലത്ത് യാത്ര ചെയ്യുന്നതിനോ ചിരിക്കുന്ന അങ്ങനെ ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്ത് എങ്ങനെ ഏത് മരുന്ന് കഴിച്ചിട്ടാണ് എൻ്റെ ഈ തലവേദന മാറിപ്പോയത് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കൊറോണ കഴിഞ്ഞ വർഷം ഞാൻ ധ്യാനത്തിൽ വന്നപ്പോഴത്തേക്കും ഈ ജോൺസൺ ബ്രദറിനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. ഈ ജോൺസൺ ബ്രദർ പഠിപ്പിച്ച ആ കൊന്ത ചൊല്ലി നീ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നിൻ്റെ ഈ തലവേദനയെല്ലാം മാറിയത്. ശരിക്കും അങ്ങനെ ആ കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാൻ ഒത്തിരി കൃപകൾ എൻ്റെ ജീവിതത്തിൽ കിട്ടി. എനിക്കാണല്ലോ ഞാൻ അധികം പൊക്കമൊന്നും ഇല്ലാത്തൊരു ആളാണ്. പക്ഷേ എനിക്ക് സ്കൂട്ടർ ഓടിക്കാനുള്ള കൃപ കിട്ടി, കാർ ഓടിക്കാനുള്ള കൃപ കിട്ടി, പിന്നെ ജോലി കിട്ടി. എന്ത് ചോദിച്ചാലും അതെല്ലാം എനിക്ക് തരുന്ന ഒരു കൃപ. അതുപോലെ തന്നെ എൻ്റെ മോള് ഇപ്പം നമ്മുടെ ഒരു ആവശ്യം ഇന്ന പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സ് വരും. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്നൊരു ചിന്ത വരും. എൻ്റെ മോളാണെങ്കിലും +2 കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത വന്നു അവളെ തപസ്സിന് കൊണ്ടുവരണമെന്ന് ചിന്ത വന്നു. അങ്ങനെ അവളെ ഞാൻ തപസ്സിന് കൊണ്ടുവന്നപ്പോൾ അവൾക്ക് ചെറുപ്പം മുതലേ വലിയ ആഗ്രഹമായിരുന്നു മെഡിസിന് പോകണമെന്ന്. അപ്പോൾ അവൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൊറോണ ഒക്കെ വന്നത്. പിന്നെ അതുകൊണ്ടൊക്കെ പിന്നെ കൂട്ടുമൊക്കെ കൂടി അവളൊന്ന് ജർമ്മനിക്ക് ജർമ്മനി ചെന്നിട്ട് നേഴ്സിംഗ് പഠിച്ചിട്ട് പിന്നെ ഡോക്ടറാണെന്ന ചിന്ത മനസ്സിൽ കയറി. പിന്നെ അങ്ങനെ പോകുമ്പോൾ ജർമ്മൻ ഭാഷ പഠിച്ചു. അത് കഴിഞ്ഞ് അതിനിടയ്ക്കാണ് ജർമ്മൻ പഠിച്ച് നിൽക്കുമ്പോൾ ഒത്തിരി തടസ്സങ്ങൾ പോകാനും പരീക്ഷ പാസ്സായി കഴിഞ്ഞ് പിന്നെ അതിന് ഇൻ്റർവ്യൂ പാസ്സാകാനൊക്കെ ഒത്തിരി തടസ്സങ്ങൾ. അപ്പം ഈ തപസ്സിനാകുമ്പോൾ കൊച്ചുരാസിൻ്റെ സിസ്റ്റർ പറഞ്ഞായിരുന്നു 3 തപസ് അടുപ്പിച്ച് കൂടണമെന്ന് പറഞ്ഞായിരുന്നു. അവൾ 3 തപസ് കൂടി. അന്നേരം സിസ്റ്റർ പറഞ്ഞു നീ എങ്ങോട്ട് പോകുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നീ എങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്നതായിട്ട് നീ എന്നെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു ചോദിച്ച സിസ്റ്റർ ഒരു വചനാഭിഷേക ധ്യാനത്തിന് വിളിച്ചു. ആ ധ്യാനത്തിന് വന്നപ്പോൾ അവൾക്ക് പ്രത്യേക ബോധ്യം കിട്ടി. അന്നത്തെ കൗൺസിലിങ്ങിൽ സോയിബദർ പറഞ്ഞു നിന്നെ നോക്കുമ്പോൾ നിന്നെയല്ല കാണുന്നത്, നിൻ്റെ ബുദ്ധി അങ്ങനെ പ്രകാശിക്കുന്നതായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. നീ വേറെ ഒന്നും കാണും, നിൻ്റെ ബുദ്ധി ഇങ്ങനെ പ്രകാശിക്കുന്നതായിട്ടാണ് കാണുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ ഓർത്തു ഇത്ര ബുദ്ധിയുള്ള ഞാൻ എന്തിനായി നഴ്സിങ്ങിന് അതിന് പോകുന്നു, എങ്ങനെയാണല്ലോ മെഡിസിനെ പോകുന്നുള്ളെന്ന് പറഞ്ഞു. പിന്നെ അത്ഭുതകരമായിട്ട് ദൈവം എല്ലാം വഴിയൊടുക്കി തന്നു. അത്ഭുതകരമായിട്ട് ജോർജിയയിൽ മെഡിസിന് പോകാനും അവിടെ പഠിക്കാനൊക്കെ കൃപ കിട്ടി. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ടാണല്ലോ അവിടെയാണ് ഹോസ്റ്റൽ ഫീസിനും ചിലവിനും എല്ലാം കൂടെ മാസം 10,000-20,000 രൂപ വേണം. നമ്മൾ ഒത്തിരി കൊടുക്കാൻ മാത്രം നമ്മുടെ ഇല്ലല്ലോ. അപ്പം അവളും പ്രാർത്ഥിക്കും ഞാനും പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ
വെള്ളിയാഴ്ച ദിവസം വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, അടുത്ത വെള്ളിയാഴ്ച ഞാൻ വരുമ്പോഴത്തേക്ക് എൻ്റെ മോൾക്കൊരു ജോലി കൊടുക്കണേ എൻ്റെ മാതാവേ, അത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ കൊടുക്കണം പറഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച വരെ മാതാവ് നോക്കി. അന്ന് വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ ആ വെള്ളിയാഴ്ച മോളുമായിട്ട് എന്നെ വിളിച്ചു, അമ്മേ ഒരു കിൻഡർ ഗാർഡനിൽ എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്, അമേരിക്കൻ കിൻഡർ ഗാർഡനിലാണ്, എൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അടുത്ത തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പൊക്കോ, മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാതാവ് ഉറപ്പായിട്ടും അത് കേൾക്കും, നീ വരുമ്പോൾ അവിടുത്തെ അവസ്ഥയാനം കൂടി മാതാവിനെ സാക്ഷ്യപ്പെടുത്തിയാൽ പറഞ്ഞു. അവൾ ആ തിങ്കളാഴ്ച ഇൻ്റർവ്യൂവിന് ചെന്നപ്പം തന്നെ അവർ പറഞ്ഞു ജോലിക്ക് കയറിക്കോ. അന്ന് തന്നെ ജോലിക്കും കയറി. അതുപോലെ ഒത്തിരി കൃപകൾ എനിക്ക് ഒത്തിരി കൃപകൾ ഈ താപോദാനത്തിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് കൈ പിടിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഏപ്രിൽ മാസത്തെ അവസ്ഥയാനത്തിലൂടെ എനിക്ക് ഒത്തിരി കൃപകൾ എനിക്ക് കിട്ടി. ഒത്തിരി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി, ഈശോയുടെ ഹൃദയം കാണാനുള്ള കൃപ കിട്ടി. അങ്ങനെ ഒത്തിരി കൃപകൾ എനിക്ക് കിട്ടി. പിന്നെ ഇത് എന്നോട് ഇത്രമാത്രം താപോറിൽ അമ്മ എത്രമാത്രം അയച്ച താപോർ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു.